ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരു മുമ്പേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ കാത്തിരിക്കുന്നുണ്ട് അലീന വന്നു കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പൊ കറക്റ്റ് സമയത്തായിട്ടും അലീന വരുന്നില്ല കേട്ടോ. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ പൗലോസിനോടും ആന്റപ്പനോട് ചോദിക്കേണ്ട അലീന എവിടെ, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരണോന്ന് അവക്കറിയില്ലേ. സർ ഞങ്ങൾ വിളിച്ചിരുന്നു, ആ പെൺകുട്ടി വന്നില്ല, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇനി ആരെയും കാത്തു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലിച്ചൻ കുറച്ച് ഭക്ഷണം എടുത്ത് കഴിച്ചു തുടങ്ങാട്ടോ. അലീനെ കാത്തു നിൽക്കുന്നില്ല, ഒരു 2 മിനിറ്റ് കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും അലീന വരാത്തതുകൊണ്ട് ഒറ്റക്ക് കഴിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. അതിനുശേഷം അലീന കഴിച്ചു കഴിയുമ്പോഴേക്കും അലീന വരാത്തത് കൊണ്ട് തന്നെ അലീനയുടെ റൂമിൽ പോയിട്ട് അലീനെ നോക്കുമ്പോൾ അലീന ആകെ വിഷമത്തിലാട്ടോ. അലീനയുടെ വിഷമത്തിന്റെ കാരണം പറയാതെ തന്നെ സ്റ്റാൻലിക്ക് മനസ്സിലായി. തന്റെ അപ്പച്ചൻ പോയതിന്റെ വിഷമമാണ് അലീനക്ക്. കാരണം അലീനക്ക് വേറെ ആരെയും ആ വീട്ടില് ശത്രുക്കളെ പോലെയാണല്ലോ കാണുന്നത്. തന്റെ അപ്പനെ മാത്രമേ അലീന കുറച്ചെങ്കിലും കൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അലീനക്ക് അപ്പം പോയതിന് നല്ല വിഷമമുണ്ടെന്ന് സ്റ്റാൻലിക്ക് നന്നായിട്ട് മനസ്സിലായി. സ്റ്റാൻലി ആദ്യം ഒന്നും മിണ്ടില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അലീനയാണെങ്കിൽ രാത്രിയും ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല കേട്ടോ. അതും കൂടി ആകുമ്പോഴേക്കും സ്റ്റാൻലിക്ക് ആകെ ദേഷ്യം വരുവാണ്. കാരണം ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചില്ല, രാത്രിയും വരുന്നില്ല, ഇത് ചോദിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി നേരെ അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അലീന അലീന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അലീന വാതിൽ തുറക്കുന്നുണ്ട്. എന്താ പപ്പ, നിനക്ക് എന്താ ഇന്ന് ഭക്ഷണം ഒന്നും വേണ്ടെന്നാണോ? വിശപ്പ് ഒട്ടുമില്ല പപ്പ എന്ന് പറയാണ്. എന്ന് വെച്ചിട്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ലേ? നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്നറിയാവോ? നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യത്തിന്റെ പ്രധാനം എന്താണെന്നറിയാവോ? ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക, ഇതൊക്കെയാണെന്ന് നിനക്ക് അറിയില്ലേ? അതിന് വേറൊരു സംഭവം കൂടി ഉണ്ട് പപ്പ, സന്തോഷം, സമാധാനം, മനസ്സിനൊരു ഇതൊക്കെ വേണം. അതൊന്നും എനിക്ക് പെട്ടെന്ന് വരുന്നില്ല പപ്പ. ഓ, അപ്പം പോയപ്പോഴേക്കും നിന്നെ ഇവിടെ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടാവല്ലോ. ഞങ്ങളെന്ന് നീ മനുഷ്യരായിട്ട് കാണുന്നില്ലല്ലോ. അടുക്കളയിലുള്ള ജോലിക്കാരെയൊക്കെ നീ വെറും ഒരു ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. പിന്നെ എന്നോടാണെങ്കിൽ നീ എപ്പോൾ സംസാരിച്ചാലും വായു തുറന്നാലും ഓർഫനേജിലെ കാര്യം, 23 വർഷം മുമ്പത്തെ കാര്യമൊക്കെ അല്ലേ നീ പറയുന്നുള്ളൂ. വേറെ ഒന്നും നീ എന്നോട് സംസാരിക്കാറില്ലല്ലോ പപ്പ. അതൊന്നും അല്ല പപ്പ, വല്യപ്പച്ചൻ പോയതിൽ എനിക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഇന്നിവിടെ വന്നില്ലേ നമ്മുടെ ഈത്താമ്മ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ടെസമോളും. അപ്പോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ, അത് അത്രമാത്രം ആലോചിക്കാൻ നിനക്ക് എന്താണാവോ? അത് നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല അലീന, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അലീന പറയുന്നുണ്ട്, ആലോചിക്കണം, അതെന്നെ സംബന്ധിക്കുന്ന കാര്യമാണ്, എന്റെ കൂടപ്പിറപ്പിന്റെ കാര്യമാണ്. പപ്പയുടെ ഭാര്യയുടെ ചേച്ചിയാണ് വന്നിട്ട് പോയത്. അപ്പൊ അവര് സംസാരിച്ച കാര്യം എന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നോക്കലീന, ഈ വീട്ടിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ, സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കിയും കണ്ടു വേണം സംസാരിക്കാൻ. നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നിന്റെ കാര്യങ്ങൾ മാത്രം വൃത്തിയും വെടിപ്പുമായിട്ട് ചെയ്താൽ മതി. മറ്റുള്ളവർ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്ന് പോവാട്ടോ. പക്ഷെ അലീനക്ക് ആകെ വിഷമമാണ്. ആ ദിവസമാണെങ്കിൽ അലീന നമ്മുടെ ബബിതേനെയും കൃഷ്ണജിനെയും ഒന്നും വിളിച്ചിട്ടോ ആകെ ഇത് ആലോചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കൃഷ്ണജ ബബിതയുടെ അടുത്ത് ചോദിക്കണ്ടേ, ചേച്ചി ഇന്ന് അലീന ചേച്ചി വിളിച്ചിരുന്നോ? ഇല്ല. അലീന ചേച്ചി പതുക്കെ നമ്മളെ മറക്കുവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും എല്ലാവരും അങ്ങനെയാണല്ലോ, പതുക്കെ മറന്നു തുടങ്ങി. എല്ലാവർക്കും ഇപ്പൊ അവരവരുടെ കാര്യമായി. ചേച്ചി ആരെയൊക്കെ ഉദ്ദേശിച്ച ഈ പറയുന്നത്? ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. അമല് ഇപ്പൊ ചേച്ചിനെ വിളിക്കുന്നില്ലല്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. രക്ഷപ്പെട്ടു, എന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ ചേച്ചി അതൊരു ഇതായിട്ടാണ് കാണുന്നത്. അവൻ പോണെങ്കിൽ പോട്ട് ചേച്ചി, അവനൊരു ഫ്രോഡാ. കൃഷ്ണേ, നീ നിന്റെ കാര്യം നോക്കിയാ മതി, മനസ്സിലായല്ലോ? ഞാനൊന്നും പറയുന്നില്ലേ. എന്നാലും എന്തായിരിക്കും അലീന ചേച്ചി വിളിക്കാത്തത്? നമുക്ക് അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അലീന ചേച്ചിക്ക് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിലേ, സ്നേഹം ഉണ്ടെങ്കിലേ ഇങ്ങോട്ടേക്ക് വിളിക്കും. ചേച്ചി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണത്? അലീന ചേച്ചിക്ക് സുഖമില്ലായ്മയോ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ. അയ്യോ, അത് ശരിയാണല്ലോ, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? അല്ല, രോഹി ഏട്ടൻ മുകളിലില്ലേ? ഏട്ടൻ മുകളിലുണ്ട്. ഏട്ടനും എന്നോട് പറഞ്ഞു അലീന ചേച്ചി എന്ന് വിളിച്ചിരുന്ന. അച്ഛനിനി വിളിച്ചിട്ടുണ്ടാവോന്ന് അറിയില്ല, അച്ഛൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. വൈജ അവിടേക്ക് വരുന്നുണ്ട്. എന്താടി നിങ്ങളുടെ അലീന ചേച്ചി വിളിക്കാത്തോണ്ട് നിങ്ങളാകെ വിഷമത്തിലാണെന്ന് തോന്നണല്ലോ. അവൾ ആരാടി നിന്റെയൊക്കെ എന്ന് ചോദിക്കാണ്. അമ്മേ, ഈ കാര്യത്തിൽ അമ്മ ഇടപെടേണ്ട, വെറുതെ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കാകും എന്ന് ബബിത പറയണം. അല്ലെങ്കിൽ നീ ഇപ്പൊ വായ തുറക്കണത് എന്നായിട്ട് വഴക്കുണ്ടാക്കാനല്ലേ? മുമ്പ് നിന്റെ അച്ഛൻ, ഇപ്പൊ നീ, അത് തന്നെ സംഭവം എന്ന് പറയാണ്. മുമ്പ് നീയായിരുന്നു എന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നിന്നിരുന്നത്, പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിന്റെ അച്ഛന്റെ ഭാഗത്ത് നിൽക്കണമെന്ന് നീ തന്നെയാണ്. ബബിത പറയണ്ടേ, ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പോഴാണ് ഞാൻ നന്മയുടെയും നീതിയുടെയും വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. മുമ്പ് ഞാനൊരു അഹങ്കാരിയായിരുന്നല്ലോ, ഇപ്പോഴേ ഞാൻ അഹങ്കാരം കുറച്ചു, അതുകൊണ്ടിട്ടായിരിക്കും എന്ന് ബബിത പറയുമ്പോ കൃഷ്ണ ചിരിക്കാട്ടോ. നീ ചിരിച്ചോടി, എല്ലാരും കൂടി എന്നെ തോൽപ്പിച്ചെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അടുക്കളയിലേക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകാണ്.
കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് പുറത്ത് പോയി നിന്നിട്ട് അലീന ചേച്ചിനെ വിളിക്കാം, വീഡിയോ കോൾ വിളിക്കാം എന്ന് പറയണം. അല്ലെങ്കിൽ സുഖമില്ലെങ്കിൽ അലീന ചേച്ചി നമ്മുടെ അടുത്ത് പറയത്തില്ലല്ലോ സുഖമില്ല എന്നുള്ള കാര്യം, നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അലീനെ വിളിക്കണം. അലീന കോൾ എടുക്കുന്നുണ്ട്. ആഹാ, ചേച്ചി എന്താ ഞങ്ങളെ വിളിക്കാതിരുന്നത് മോളെ, എന്നിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ചേച്ചി അവിടെ ഇതിൽ പ്രശ്നമുണ്ടോ എന്ന് ബബിത ചോദിക്കുമ്പോൾ, പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ പിന്നീട് പറയാം മോളെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പൊട്ടിത്തെറികൾ എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ. പക്ഷെ ഇന്ന് എനിക്ക് വിഷമാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്താ ചേച്ചി, എന്താ കാര്യം, ചേച്ചിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ, എന്ന് ഇങ്ങോട്ട് വാ ചേച്ചി എന്ന് കൃഷ്ണമോള് പറയുമ്പോൾ, മോളെ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല മോളെ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ പഠിച്ചോ? അതൊക്കെ ഞങ്ങൾ ചെയ്തു ചേച്ചി. ചേച്ചി ഭക്ഷണം കഴിച്ചോ? അത് ഇല്ല. അതെന്താ കഴിക്കാത്തെ? ഉച്ചക്ക് എപ്പോഴാ കഴിച്ചത്? വൈകിയാണോ കഴിച്ചത്? ഉച്ചക്ക് കഴിച്ചില്ല. അതെന്താ ചേച്ചി ഇന്ന് ഭക്ഷണം കഴിക്കാത്തെ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒന്നുമില്ല മക്കളെ, നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട, ചേച്ചി ഭക്ഷണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഫോം വെക്കാണ്. അതിനുശേഷം അലീന ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. നമ്മുടെ സ്റ്റാൻലി വീണ്ടും അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സ്റ്റാൻലിക്ക് ഒരു സമാധാനമില്ല, തന്റെ മകൾ ഇങ്ങനെ രാവിലെ മുതൽ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. സമയം ഏകദേശം 9 മണിയായി. സ്റ്റാൻലി ഉറങ്ങുന്ന സമയമാണ്. പക്ഷെ എങ്കിലും അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അലീന, നീ ഇത് എന്ത് ഭാവിച്ചിട്ടാ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന് വല്ല അസുഖവും വരില്ലേ? വാ ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട പപ്പ, വേണ്ടാനിട്ടാ എന്ന് അലീന പറയാ. നീ വരാൻ നോക്ക്, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അലീനെ വിളിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി നേരെ ഇങ്ങനെ ടേബിളിന്റെ അടുത്തേക്ക്, ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് പോയിട്ട് അലീനെ അവിടെ ഇരുത്താണ്. നീ കഴിക്കാൻ നോക്ക്, ഇന്നാ ഭക്ഷണം കഴിക്കുന്ന പറയുമ്പോ, പപ്പ എനിക്ക് വിശപ്പില്ലാനിട്ടാ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നടന്ന സംഭവങ്ങൾ, പിന്നെ ഞാൻ എന്റെ മറ്റേ കൂടപ്പറപ്പുകളെ കൂടി ആലോചിച്ചു പോയി. ബാലചന്ദ്രന്റെ മക്കളുടെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? അത് ബാലചന്ദ്രന്റെ മക്കള് മാത്രമല്ല, വൈജയന്തിന്റെ മക്കള് പോയിട്ടാ. അലീന, നിനക്കിപ്പൊ എന്താ വേണ്ടത്? അത് എനിക്ക് എന്റെ കൂടപ്പറപ്പുകളൊക്കെ കാണാൻ തോന്നുന്നുണ്ട്. ആരുടെ? വൈജയന്തിന്റെയും ബാലചന്ദ്രന്റെയും പിള്ളേരെയോ? അവരെ മാത്രമല്ല, എനിക്ക് വേറെ 3 കൂടപ്പിറപ്പുകൾ കൂടിയില്ലേ. അലീന, നീ ഇപ്പൊ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ട പപ്പ, ഇനി ഞാൻ നിന്നെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കണോ? വലിയൊരു തോക്കുണ്ട് ഇവിടെ, ആ തോക്ക് എടുക്കണോ എന്ന് പറയുമ്പോ അലീന ചിരിക്കാണ്. നീ എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ല, നടക്കാമോന്ന കാര്യം വരുന്നത് പറഞ്ഞാ പോരെ. ആ തോക്ക് എടുത്തില്ല, ചോറിലെടുക്കും. നീ ചോറിന്റെ അടി കിട്ടിയിട്ടുണ്ടോ? നല്ല അടിയാണ്, ഞാൻ അത് വെച്ച് നിന്നെ അടിക്കൽ വേണ്ടെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കും. പപ്പ എന്ന് പറഞ്ഞിട്ട് കണ്ണ് നിറയാണ് അലീന. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലിക്ക് വിഷമം തോന്നുന്നു കേട്ടോ. സ്റ്റാൻലി ആദ്യമായിട്ട് നമ്മുടെ അലീനക്ക് വാരി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകാണ്. അലീനയുടെ ശരിക്കും സങ്കടമായി പോവാണ്. കാരണം ബാലചന്ദ്രൻ തന്റെ അച്ഛന് കാര്യങ്ങൾ ശരിയാണ്, ബാലചന്ദ്രൻ പോലും തന്നെ ഇങ്ങനെ ഭക്ഷണം തന്നിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുമില്ല സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമ്മുടെ അലീന അച്ഛന്റെ സ്നേഹം ശരിക്കും തിരിച്ചറിയാണ്, തന്റെ റിയൽ പപ്പയുടെ സ്നേഹം. അങ്ങനെ അലീന ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് സ്റ്റാൻലി എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നും സ്റ്റാൻലി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അലീനയുടെ അടുത്ത് സംസാരിക്കുന്നതും ഒക്കെ തന്നെ അലീനക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സ്റ്റാൻലിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാണ് നമ്മുടെ അലീന. അങ്ങനെ അലീനയുടെ പിണക്കം മാറ്റാൻ വേണ്ടി സ്റ്റാൻലി അങ്ങനെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത്. പിന്നെ നമ്മുടെ റീത്താമ പോയിട്ടുണ്ടല്ലോ, തന്റെ 4 ആങ്ങളമാരെ വിളിച്ചു വരുത്തിയിട്ട് സ്വത്തുക്കളൊക്കെ മക്കളുടെ പേരിലേക്കുള്ള പുറപ്പാടാണ്. ആ ഭാഗവും ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കും കേട്ടോ. അത് ഓൾറെഡി ഞാൻ ഇന്നലെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കും ഇന്നും നാളെ വരാൻ പോണത്. കാരണം അത് ഒറിജിനൽ കഥയിലെ റിവ്യൂ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. Bye bye.